നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. റഷ്യ പാകിസ്ഥാനുമായി അടുക്കുകയാണ്. പാകിസ്ഥാൻ തലസ്ഥാനമായ ഇസ്ലാമാബാദിലെ പള്ളിയിലുണ്ടായ മാരകമായ ബോംബ് സ്ഫോടനത്തെ ശക്തമായി അപലപിച്ചും സുരക്ഷാ വിഷയങ്ങൾ പാകിസ്ഥാന് പൂർണ്ണ പിന്തുണ വാഗ്ദാനം ചെയ്തും റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ ക്രൂരമായ ആക്രമണത്തെ മൃഗീയമെന്ന് വിശേഷിപ്പിച്ച അദ്ദേഹം ഭീകരവാദത്തിനെതിരെയാണ് പോരാട്ടത്തിൽ പാകിസ്ഥാന് പൂർണ്ണ പിന്തുണ വാഗ്ദാനം ചെയ്തു. പാകിസ്ഥാൻ പ്രസിഡന്റ് ആസിഫ് അലി സർദാരിക്കും പ്രധാനമന്ത്രി ഷഹബാസ് ഷെരീഫിനും അയച്ച സന്ദേശത്തിലാണ് പുടിൻ തന്റെ അനുശോചനം രേഖപ്പെടുത്തുകയും ഇരകളോടും പാകിസ്ഥാൻ ജനതയോടും ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുകയും ചെയ്തത്. ഒരു മതപരമായ ചടങ്ങിനിടെ ജനങ്ങളെ കൊലപ്പെടുത്തിയത് ഭീകരവാദത്തിന്റെ മൃഗീയവും മനുഷ്യത്വരഹിതവുമായ സ്വഭാവത്തിന് കൂടുതൽ തെളിവാണ് എന്ന് അദ്ദേഹം തന്റെ അനുശോചന സന്ദേശത്തിൽ പറഞ്ഞു. പരിക്കേറ്റവർ എത്രയും വേഗം സുഖം പ്രാപിക്കട്ടെ എന്നും അദ്ദേഹം ആശംസിച്ചു. സുരക്ഷാ കാര്യങ്ങളിലും ഭീകരവിരുദ്ധ പ്രവർത്തനങ്ങളിലും ഇസ്ലാമാബാദുമായുള്ള സഹകരണം ശക്തിപ്പെടുത്താൻ മോസ്കോ തയ്യാറാണ് എന്നും അദ്ദേഹം വ്യക്തമാക്കി. ഇന്ത്യ ആസിയാൻ കരാറിന്റെ പുനർപരിശോധന വേഗത്തിൽ പൂർത്തിയാക്കണമെന്ന നിർദ്ദേശവുമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഭീകരവാദത്തിന്റെ കാര്യത്തിൽ ഇരട്ടത്താപ്പ് പാടില്ലെന്നും മലേഷ്യൻ പ്രധാനമന്ത്രി അൻവർ ഇബ്രാഹിമുമായുള്ള കൂടിക്കാഴ്ചയ്ക്ക് ശേഷം നരേന്ദ്രമോദി ആവശ്യപ്പെട്ടു. ഇന്ത്യക്കും മലേഷ്യയ്ക്കും ഇടയിൽ സഹകരണം ശക്തമാക്കാൻ 10 നിർണായക കരാറുകൾ സന്ദർശന വേളയിൽ ഒപ്പുവെച്ചു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് മലേഷ്യൻ പ്രധാനമന്ത്രി അൻവർ ഇബ്രാഹിമിന്റെ നേതൃത്വത്തിൽ ഹൃദ്യമായ വരവേൽപ്പാണ് നൽകിയത്. ഇന്നലെ മലേഷ്യൻ പ്രധാനമന്ത്രി വിമാനത്താവളത്തിൽ നേരിട്ടെത്തി നരേന്ദ്രമോദിയെ സ്വീകരിച്ചിരുന്നു. പിന്നീട് മോദിക്ക് മലേഷ്യയുടെ ആചാരപരമായ വരവേൽപ്പും നൽകി. മലേഷ്യൻ പ്രധാനമന്ത്രി അൻവർ ഇബ്രാഹിമിന്റെ ഓഫീസിലായിരുന്നു ആചാരപരമായ വരവേൽപ്പ്. ഇതിനിടെ ഇന്ത്യൻ സമൂഹം നൽകിയ സ്വീകരണത്തിൽ ഇന്ത്യ-US വ്യാപാര കരാറും നരേന്ദ്രമോദി പരാമർശിച്ചിരുന്നു. ഇന്ത്യൻ സമൂഹം മോദിക്ക് നൽകിയ സ്വീകരണത്തിലും മലേഷ്യൻ പ്രധാനമന്ത്രി അൻവർ ഇബ്രാഹിമും പങ്കെടുത്തു. UPA ഭരണകാലത്തുണ്ടാക്കിയ ആസിയാൻ കരാർ കേരളത്തിലടക്കം വലിയ എതിർപ്പിന് ഇടയാക്കിയിരുന്നു. ഇന്ത്യ-ചൈന ബന്ധം വഷളായതിനു ശേഷമാണ് ആസിയാൻ കരാറും ഇന്ത്യൻ പുനർപരിശോധിക്കാൻ തീരുമാനിച്ചത്. കരാർ പുതുക്കുന്നത് കഴിഞ്ഞ വർഷം ഡിസംബറിൽ പൂർത്തിയാക്കിയെങ്കിലും ഇത് 5-6 മാസം കൂടി നീളും എന്നാണ് സൂചന. അമേരിക്കയുമായി അടക്കം വ്യാപാര കരാർ ഒപ്പുവെച്ച സാഹചര്യത്തിൽ ഇന്ത്യക്ക് കൂടി ഗുണം ചെയ്യുന്ന രീതിയിൽ ആസിയാൻ കരാർ പൊളിച്ചെഴുതാനാണ് ശ്രമം. ഈ വർഷം തന്നെ കരാർ പുതുക്കുമെന്ന സൂചനയാണ് പ്രധാനമന്ത്രി ഇന്ന് നൽകിയത്. ഇന്ത്യയിൽ ഭീകരവാദ കേസ് നേരിടുന്ന സാക്കിർ നായിക്കിനെ കൈമാറാനുള്ള അപേക്ഷ ഇതുവരെ മലേഷ്യ അംഗീകരിച്ചിട്ടില്ല. അതിനാൽ ഭീകരവാദത്തെ എല്ലാ രീതിയിലും ഒന്നിച്ചു ചേർക്കുമെന്ന് ഇന്ത്യ മലേഷ്യ സംയുക്ത പ്രസ്താവനയിൽ എഴുതി ചേർക്കാനായത് നേട്ടമായി. തമിഴ് സിനിമയുടെ പ്രോത്സാഹനം അടക്കമുള്ള വിഷയങ്ങളിലാണ് രണ്ട് രാജ്യങ്ങളും കരാർ ഒപ്പുവെച്ചത്. മലേഷ്യയിലെ 30 ലക്ഷം ഇന്ത്യക്കാരിൽ പകുതിയോളം തമിഴ് വംശജരാണ്. മലേഷ്യയിൽ ഒരു ഇന്ത്യൻ കോൺസുലേറ്റ് കൂടി ഇന്ത്യ തുറക്കും. ഇന്നലെ ഇന്ത്യൻ സമൂഹം മോദിക്ക് നൽകിയ സ്വീകരണത്തിലും മലേഷ്യൻ പ്രധാനമന്ത്രി അൻവർ ഇബ്രാഹിം പങ്കെടുത്തു. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധം കഴിഞ്ഞ വർഷങ്ങളിൽ ശക്തമായെന്നും ഇനിയും ശക്തമാകുമെന്നും നരേന്ദ്രമോദി പറഞ്ഞു. അതേസമയം റഫാൽ യുദ്ധവിമാനങ്ങൾക്ക് പുറമെ ഫ്രാൻസിൽ നിന്ന് സ്കാൽപ് ക്രൂസ് മിസൈലുകൾ വാങ്ങാൻ ഇന്ത്യ. ഇത് സംബന്ധിച്ച ചർച്ചകൾ പുരോഗമിക്കുകയാണെന്ന് പ്രതിരോധ വൃത്തങ്ങളെ ഉദ്ധരിച്ച വാർത്താ ഏജൻസിയായ ANI റിപ്പോർട്ട് ചെയ്തു. ഏകദേശം 320 കോടി രൂപയുടെ ഇടപാടിനാണ് കളമൊരുങ്ങുന്നത് എന്നും ചർച്ചകൾ പുരോഗമിക്കുകയാണ് എന്നുമാണ് റിപ്പോർട്ട്. ഓപ്പറേഷൻ സിന്ദൂറിൽ ഭീകരവാദ സംഘടനകളുടെ കേന്ദ്രങ്ങൾ തകർക്കാൻ ഇന്ത്യൻ വ്യോമസേന സ്കാൽപ് ക്രൂസ് മിസൈലുകൾ ഉപയോഗിച്ചിരുന്നു. റഫാൽ വിമാനങ്ങളിൽ നിന്ന് ബ്രഹ്മോസ് മിസൈലുകൾക്കൊപ്പം വിക്ഷേപിച്ച സ്കാൽപ് മിസൈലുകൾ കൃത്യതയോടെ ലക്ഷ്യസ്ഥാനങ്ങൾ തകർത്തു. പാകിസ്ഥാൻ വ്യോമസേനയുടെ 12 പ്രധാന വ്യോമതാവളങ്ങൾ ഇന്ത്യൻ വ്യോമസേന ആക്രമിക്കുകയും യുദ്ധവിമാനങ്ങൾ തകർത്ത ഉൾപ്പെടെ സ്കാൽപ് മിസൈലുകൾ ഉപയോഗപ്പെടുത്തിയതുമാണ്. 250 മുതൽ 500 കിലോമീറ്റർ വരെ ദൂരെ വരെ ആക്രമണം നടത്താൻ സാധിക്കുന്നവയാണ് സ്കാൽപ് മിസൈലുകൾ. 450 കിലോഗ്രാം ഭാരമുള്ള സ്ഫോടക വസ്തുക്കൾ വഹിക്കാൻ കഴിയുന്ന ഈ മിസൈലിന് റഡാർ നിരീക്ഷണത്തെ വെട്ടിക്കാനുള്ള കഴിവുണ്ട്. ഭാവിയിൽ ഇന്ത്യൻ നാവികസേനയുടെ ഭാഗമാകാൻ പോകുന്ന 26 റഫാൽ മറൈൻ യുദ്ധവിമാനങ്ങളിലും ഈ മിസൈലുകൾ ഘടിപ്പിക്കും. ഇതുകൂടാതെ 114 റഫാൽ യുദ്ധവിമാനങ്ങൾ കൂടി വാങ്ങാനുള്ള നടപടികൾ പ്രതിരോധ മന്ത്രാലയം ഉടൻ പൂർത്തിയാക്കും. മീറ്റിയോർ എയർ ടു എയർ മിസൈലുകൾ വാങ്ങാനുള്ള നീക്കങ്ങളും ഇതിനൊപ്പം നടത്തുന്നുണ്ട്. അടുത്ത 15 വർഷത്തിനുള്ളിൽ റഫാൽ വിമാനങ്ങൾ പൂർണ്ണമായും ഇന്ത്യയുടെ ഭാഗമായി മാറും. ഇതിനോടൊപ്പം നാവികസേനയുടെ റഫാലുകൾ ചേരുന്നതോടുകൂടി ഫ്രാൻസ് കഴിഞ്ഞാൽ ഏറ്റവും അധികം റഫാൽ യുദ്ധവിമാനങ്ങൾ ഉപയോഗിക്കുന്ന രാജ്യമായി ഇന്ത്യ മാറും.
മാറും. ഇന്ത്യയിലെത്തുന്നതിന് മുന്നോടിയായി പ്രതിരോധ മന്ത്രാലയം നിർണായകമായ ഒരു തീരുമാനത്തിലേക്ക് കടക്കുകയാണ്. 114 റഫാൽ യുദ്ധവിമാനങ്ങൾ കൂടി വാങ്ങാനുള്ള 3.25 ലക്ഷം കോടി രൂപയുടെ കരാറിന് പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് അധ്യക്ഷനായ ഡിഫൻസ് അക്വിസിഷൻ കൗൺസിൽ ഈ മാസം അംഗീകാരം നൽകാൻ സാധ്യതയുണ്ട്. ഈ കരാറ് യാഥാർത്ഥ്യമായാൽ വ്യോമസേനയുടെ കരുത്ത് ഇരട്ടിയാകും. നിലവിൽ ഇന്ത്യൻ വ്യോമസേനയ്ക്ക് 30 യുദ്ധവിമാന സ്ക്വാഡുകൾ മാത്രമാണുള്ളത്. അനുവദിക്കപ്പെട്ട 42 സ്ക്വാഡുകൾ എന്ന ലക്ഷ്യത്തെക്കാൾ ഇത് വളരെ കുറവാണ്. പാകിസ്ഥാനിൽ നിന്നും ചൈനയിൽ നിന്നുമുള്ള ഭീഷണികൾ വർദ്ധിച്ചു വരുന്ന സാഹചര്യത്തിൽ ഈ കുറവ് നികത്താൻ 114 റഫാലുകൾ ആവശ്യമാണത്രേ.